അല്ല ഏട്ടാ, ഇന്റർവ്യൂവിന് മുമ്പ് കാരണവന്മാരല്ലേ സാധാരണ കൂടെ കൊണ്ടുപോകുന്നു. ഏട്ടനെന്താ എന്നെ കൂടെ കൊണ്ടുപോയത്? എടാ ബ്യൂട്ടി പാർലർ അല്ലേ, അവിടെ എന്താ പണി? എന്താ? ചെറുപ്പമുണ്ടാക്കൽ. ഓ, അപ്പൊ നീ മതി. പിന്നെ നിന്നെ കണ്ടാൽ എന്റെ ഏട്ടനായിട്ടേ തോന്നു. ഓ പിന്നെ വിളിക്കണ്ട പൊട്ടന്മാരെ. കോവിലത്തെ പൊട്ടന്മാർ രണ്ടും കൂടെ എവിടെ പോയിട്ട് വരിക? തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? അയ്യോടാ മോനെ, ചൂടാവല്ലേ. ദേഷ്യം വരുമ്പോ നിന്റെ മോന്ത കണ്ടാലേ ചുണ്ടലിയെ പോലെ ഉണ്ട്. സഹദേവാ, നീ ചോദിക്കൂ. ചോദിക്കാനുള്ളതേ അങ്ങോട്ടാ. എന്റെ മോളെ അവിടെ നിന്ന് ഇറക്കിയതേ കോവിലത്ത് പെണ്ണുങ്ങൾ നിന്നാ നിന്റെയൊക്കെ ബ്രഹ്മചര്യം മുടിയെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇപ്പൊ അതൊക്കെ തീർന്നോ? എന്തേ, നിങ്ങക്ക് തിരിച്ചു വരാനാണോ? അയ്യോ, എനിക്ക് വേണ്ടേ. കോവിലത്ത് 5 ബ്രഹ്മചാരികളും കൂടി ഒരെണ്ണത്തിന് വെച്ചോണ്ടിരിക്കാന്നാ നാട്ടുകാരൊക്കെ പറയണത്. ഇവരെന്താട്ടാ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞോളാം. വഴിയിൽ തടഞ്ഞു നിർത്തി അനാവശ്യം പറഞ്ഞാലേ ഞങ്ങൾ അമ്മയോട് പറഞ്ഞു കൊടുക്കും. അയ്യടാ നാണം കെട്ടവന്മാര്. ഇവൻ ഭീഷണിപ്പെടുത്തുന്ന കേട്ടില്ലേ? അമ്മ പിച്ചെന്ന്. നിങ്ങൾ ആരെങ്കിലും എന്റെ മോളെ കെട്ടാന്ന് പറയാതിരുന്നതേ അവളുടെ ഭാഗ്യ. പുതിയ പുതിയ പെണ്ണുങ്ങളൊക്കെ കോവിലത്ത് വന്ന് നിറയാണല്ലോ. ഇപ്പൊ നിങ്ങക്ക് പരാതി ഒന്നും ഇല്ലേ? ഏത് പുതിയ പെണ്ണ്? ഓ, അമ്മാവന്റെ മോളുടെ പുതിയ കൂട്ടുകാരി വന്നത് അറിഞ്ഞില്ലേ? ഡൽഹിന്ന് ഇച്ചിരി പാൻറ് ഇട്ടുകൊണ്ട് വരുന്നവർക്ക് ഒരു കുഴപ്പമില്ല. എന്റെ മോളെ കണ്ടപ്പോഴാ എല്ലാവർക്കും ഒരു ഇളക്കം. അതെ, ഡൽഹിക്കാരി പെണ്ണുങ്ങളെ പറ്റി അറിയാലോ. ആണുങ്ങളെ ബലാത്സംഗം ചെയ്യുന്ന ജാതിയാ. ഇപ്പൊ കൂട്ടുകാരി വന്നു, ഇനി വേറെയും വരും. എന്റെ ദൈവമേ, അവറ്റങ്ങളെല്ലാം കൂടി ഈ 5 എണ്ണത്തിനും ബലാത്സംഗം ചെയ്യണേ. മാനം കെട്ട് നീയൊക്കെ റോഡിൽ കൂടെ നടക്കണത് എനിക്കൊന്ന് കാണണം. കോട്ടയുടെ ബ്രഹ്മചാരികളെ. ഏട്ടാ, അവള് കരുതി കൂട്ടി ഇനി കൂട്ടുകാരിയെ വിളിച്ചു വരുത്തിയതായിരിക്കോ? അവള് നിൽക്കുന്നത് നമ്മൾ സഹിച്ചു. ഇനി വേറെ ആരെയും നിർത്താൻ പറ്റില്ല. ആ പിശാച് ഡൽഹിക്കാരെ കുറിച്ച് പറഞ്ഞ സത്യമായിരിക്കും. എന്തോന്ന്? ബലാത്സംഗം. നീ സൂക്ഷിക്കണേ സഹദേവ, ഒറ്റയ്ക്കെങ്ങും നടക്കണ്ട. മാനം പോയാ പിന്നെ തിരിച്ചു കിട്ടില്ല. വല്ലാത്ത സ്ഥലം തന്നെ. സമയം എന്ത് ഇഴഞ്ഞാ നീങ്ങുന്നേ? അതങ്ങനെയാ. നമ്മൾ ജീവിക്കുന്ന നഗരത്തിന്റെ തിക്കും തിരക്കൊന്നും ഈ നാടിനില്ല. എസ്പെഷ്യലി ഇൻ ദിസ് കോമ്പൗണ്ട്. ചിലപ്പോ തോന്നും ഒക്കെ അവസാനിപ്പിച്ച് ഇങ്ങനൊരു നാട്ടിലേക്ക് മാറിയാലോ ഒന്ന്. ഡോണ്ട് ഫീൽ സോ. അതോ 5 കെട്ടി നിനക്കിവിടെ തന്നെ കൂടണം എന്നുള്ള തീരുമാനമുണ്ടോ? അത് 5 പേരെയും പരിചയപ്പെട്ട് കഴിയുമ്പോ നിനക്ക് മനസ്സിലായിക്കോളൂ. ഇതാണ് 2 ഐറ്റം, നകുലനും സഹദേവനും. ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതാണോ ഐറ്റം? ഇതാരാ? എന്റെ ഫ്രണ്ടാ. അത് ശരി. അപ്പൊ നീ ആളെ ഇറക്കി തുടങ്ങിയല്ലേ? കൊറേ പെണ്ണുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച ഞങ്ങളെ തോൽപ്പിക്കാവുന്നതാണ് ധാരണ. ഇവള് നാളെ പോവും. അതാ നല്ലത്. കൊച്ചേ, ഇവക്ക് ഞങ്ങളെ ഒരു ബഹുമാനമില്ല. അത് ഞങ്ങളുടെ അമ്മയുടെ കുഴപ്പാ. പക്ഷെ ഈ കോവിലകം തറവാട്ടിൽ അതിഥിയായിട്ട് എത്തിയാൽ ഇവിടുത്തെ രീതികളൊക്കെ പാലിച്ചേ മതിയാവും. ഞങ്ങൾ വളരെ സ്ട്രിക്റ്റാ, അത് ഓർമ്മയിരിക്കണം. Do you have any problem? Why are you wasting the sweet time of your life? Are you not ashamed? എന്താ അവള് ചോദിച്ചു കേട്ടില്ലേ? മറുപടി പറ. നീ പറഞ്ഞോ, ഇത് പ്രായ വ്യത്യാസമൊന്നും നോക്കണ്ട. എന്താ അവള് പറഞ്ഞത്? ചീത്ത, തിരിച്ചു ചീത്ത തന്നെ പറയണം. മലയാളത്തിൽ പറഞ്ഞ നമുക്ക് മനസ്സിലായില്ലെങ്കിലോ? പട്ടിക്കും പൂച്ചയ്ക്കും വരെ മനുഷ്യന്റെ ഭാഷ മനസ്സിലാവുന്നില്ലേ? നീ ധൈര്യമായിട്ട് പറഞ്ഞോ. എന്താ രണ്ടുപേരും കൂടി പറയുന്നേ? മലയാളം.
സഹദേവ തുടങ്ങിക്കോ. ഏട്ടനെന്താ പറയാത്തെ? മുഖമായാലും വാക്കായാലും സൗന്ദര്യമുള്ളതേ എനിക്ക് വഴങ്ങും, അതുകൊണ്ടാ. എക്സ്ക്യൂസ് മീ, സത്യത്തിൽ നിങ്ങളോടൊക്കെ ഒരുതരം പുച്ഛമായി എനിക്ക് തോന്നുന്നേ. എത്രയോ പേര് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു, എത്ര കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു. അതിലൊന്നും ശ്രദ്ധയില്ലാതെ അമ്മയുടെ സേവിങ്സിൽ കഴിയാൻ നാണമില്ലേ നിങ്ങൾക്ക്? എടി, നീ അവളെ കൊണ്ട് പറയിക്കല്ലേ? സ്വന്തം സംസ്ഥാനത്ത് നിന്ന് ഒരു നാണക്കേട് ഞങ്ങൾ സഹിക്കും, പക്ഷെ അന്യ സംസ്ഥാനത്ത് സഹിക്കത്തില്ല. പ്രത്യേകിച്ച് ഡൽഹി. ഏട്ടാ, ഈ നിമിഷമുള്ള ഇവിടെ നിന്ന് പാക്ക് ചെയ്യണം. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞങ്ങൾ, രണ്ടിലൊന്ന് ഇന്ന് തീരുമാനിക്കും. കേട്ടോടി, അന്യ സംസ്ഥാനക്കാരി. അമ്മേ, 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 അമ്മേ. ഞാൻ പറഞ്ഞത് കുഴപ്പമായോ? ഏയ്, ഇടയ്ക്ക് ഇതുപോലൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് വേണം. ആന്റി ആന്റി ഒന്നും പറയില്ല, അത്ര സഹിക്കുന്നുണ്ട് ഇവറ്റകളെ.